നുസ്രത്ത് അത് തന്നെയാണ് ഒന്ന് കൂട്ടിച്ചേർക്കാം. കാരണം ഇതാദ്യമായല്ലോ നമ്മൾ ഇത്തരം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇസ്രായേലി ദമ്പതികളെ ഇസ്രായേലുകാരാണെന്നറിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കടക്കാരൻ നിങ്ങൾക്കിവിടെ സാധനങ്ങൾ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ഇസ്രായേൽ എംബസി വളരെ കൃത്യമായി വിഷയത്തിൽ ഇടപെട്ടതൊക്കെ നമുക്കറിയാം. ഇത് ആത്യന്തികമായി വന്നു ചേരുന്നത് മലയാളിക്കാണ് ദോഷം ചെയ്തത്. ഇതെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടേ? അതെ, ഇസ്രായേലിനെ ഭാരതത്തിൽ കേരളമാണ് ഏറ്റവും അധികം സ്വാഗതം ചെയ്ത്. ഇസ്രായേലിനെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് ഓടി രക്ഷപ്പെട്ടപ്പോ ഈ രാജ്യം അഭയം കൊടുത്ത്. അക്കാലം തൊട്ടേ ഭാരതവും ഇസ്രായേലും തമ്മിലുണ്ട്. പാലസ്തീനുമായിട്ട് എന്താ ഭാരതത്തിന് ബന്ധമില്ലേ? അന്ന് മൻമോഹൻ സർക്കാർജിന്റെ കാലത്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അതിലധികം കാര്യങ്ങൾ പാലസ്തീന് സഹായം ഒരു രാജ്യമെന്ന നിലക്ക് നരേന്ദ്രമോദി കൊടുക്കുന്നുണ്ട്. ഈ ഇവര് ചെയ്യണ എല്ലാത്തിനും അങ്ങോട്ട് പോയി ആക്രമിച്ച് കൊന്ന ഹമാസ് ഇസ്രായേലിനെ കയറി ഒരു ദിവസം മാത്രം പോലും ആയുധം താഴെ വെച്ച് ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു ഇസ്രായേല്. ആ ദിവസം പോയി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ആക്രമിച്ച് കൊന്ന അതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ ഏത് രാജ്യത്തിനെ കിട്ടുക? ആരും കിട്ടില്ല. അതിന് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുക. ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദികളെ, അല്ലാതെ പാലസ്തീനെ ഇന്നും ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല. ഹമാസ് പോലെയുള്ള ഹമാസിന്റെ ഗാസ പോലെയുള്ള ഗാസ സ്ട്രിപ്പ് പോലെ ഏറ്റവും ഇപ്പൊ തീവ്രവാദ മീറ്റിംഗ് നടന്ന 1000-ഓളം തീവ്രവാദികൾ പങ്കെടുത്തു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് POKയില്, ഓക്യുപ്പൈഡ് കാശ്മീരില്. അതേപോലെ തന്നെ കേരളത്തിൽ ഒരു സ്ട്രിപ്പ്, ദാറ്റ് ഇസ് എ സ്ട്രിപ്പ് അല്ലെ, അറേബ്യൻ കടലിന്റെ ചുറ്റും നടക്കുന്ന നമ്മളെ പരശുരാമൻ എറിഞ്ഞ ഭൂമിയ എന്ന് പറയുന്ന ആ സ്ട്രിപ്പില് ഇത്രയധികം സ്വാധീനം ഇവർക്ക് എവിടെ നിന്ന് എത്തുന്നു എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവും. ഒന്നും അറിയാതെ ലോകം കാണാതെ വായിക്കാത്ത ആശങ്കയാണ് നുസ്രത്ത് ജഹാൻ പങ്കുവെക്കുന്നത്. ഷാക്കിർ, ഈ ആശങ്ക നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ? കാരണം ഇത്തരത്തിൽ ഒരു സമൂഹത്തിന് നേർക്ക് വരുന്ന നാണക്കേട് ഒഴിവാക്കാൻ ആദ്യം മുന്നിട്ട് നിൽക്കേണ്ട പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഞാനിത് വളരെ പെട്ടെന്ന് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയമുണ്ട്. പ്രശാന്ത് ശിവനിലേക്ക് കൂടി പോയിട്ട് ചർച്ച വൈൻഡപ്പ് ചെയ്യണം. മാത്രം പെട്ടെന്നും എന്നെ ദയവ് ചെയ്തിട്ട് ഇത്തരം ചർച്ചകളിലേക്ക് വിളിക്കുമ്പോൾ സമയം തരിക. അതുപോലെ ഇതേപോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളെ കൂടെ ഇരിക്കാൻ ദയവ് ചെയ്ത് ക്ഷണിക്കരുത്. രണ്ട്, ജിഹാദികളെ കൂടെ എന്നെ വിളിക്കരുത്. ഇത്തരം ജിഹാദികൾ ഇനി വരുന്ന സ്ഥലങ്ങളിൽ എന്നെ വിളിച്ചേക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ഇതുപോലെയുള്ള ദേശവിരുദ്ധമായിട്ട് സംസാരിക്കും, തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള ജിഹാദികളെ ഇനിയും ഇതുപോലെ TV ചാനലിൽ കൊണ്ടുവന്ന് അവർക്ക് ഇതേപോലെ എക്സ്പോഷർ കൊടുക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞിട്ടില്ല, ഡൊണാൾഡ് ട്രംപിനെ കെട്ടിപ്പിടിക്കാനാണ് പോയത്. നിങ്ങൾ കുടിയേറ്റ നിയമം ലംഘിച്ച എവിടെയായിരുന്നു നട്ടലൊക്കെ? നട്ടലുണ്ടോ? കൊല ചെയ്തപ്പോ എന്നാൽ 1 ലക്ഷം ആളുകളെ കൊലപ്പെടുത്തി നിങ്ങൾക്ക് ഭീകരവാദമില്ല. ഇത് ഇരട്ടത്താപ്പല്ലേ? ഒരു ഫ്ലക്സ് ഉയർത്തിയാൽ ഭീകരവാദം. 2002 മുസ്ലിങ്ങളെ കൊന്നത് ഭീകരവാദമല്ല. ഒരു ഫ്ലക്സ് ഉയർത്തിയാൽ ഭീകരവാദം അല്ലേ? നോക്കൂ, നിങ്ങൾ 2000-ഓളം മുസൽമാന്മാരെ കൊന്നൊടുക്കി. ഇല്ലാ കഥ വകവെച്ച് തരുന്ന പ്രശ്നമില്ല. തീവ്രവാദിയെ ആരും പിന്തുണക്കില്ല. നിങ്ങളാണ് തീവ്രവാദി. RSSനെയും പിന്തുണക്കുന്നില്ല.
ഹമാസ് അവരുടെ ഭീകരവാദികളെ പിന്തുണച്ചതിനെ തെറ്റാണ് അർഹതയെ മറക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. ഹമാസ് ഭീകരവാദികളെ അവർക്കെതിരെ അതിനെന്തിനാ പേടിക്കണേ നിങ്ങള്? അതിനെന്തിനാ പേടിക്കണേ? ഞങ്ങൾക്ക് എന്താ കുഴപ്പം? വിഭജിക്കാൻ കാരണമായ പാർട്ടിയുടെ വാലാണ്. ആ വാലാണ് ഇവിടെ ഇരുന്നിട്ട് ഈ ജിഹാദികൾ തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കാൻ കഴിയില്ല എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കേണ്ടത്.